ഇനി നമുക്കൊന്ന് ഇടുക്കിയിലേക്ക് പോകണം. അവിടെ ഒരു കുടുംബത്തിന്റെ ദുരിതം അതാണ് നമ്മൾ ഇനി റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വാഹനാപകടത്തിൽ ഇടുക്കി അണക്കരയിൽ 18-കാരൻ ഷാനറ്റിനും സുഹൃത്ത് അലനും ജീവൻ നഷ്ടമായത്. ഷാനറ്റിന്റെ സംസ്കാര ചടങ്ങിനെത്താൻ സാധിക്കാതെ കുവൈത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് മാതാവ് ജിനു. ജിനു കഴിഞ്ഞ ഒരു മാസമായി കുവൈറ്റിലെ ജയിലിലാണ്. മലയാളി ഏജന്റ് ചതിച്ചതോടെയാണ് ജിനു ജയിലിലായത്. കേന്ദ്രമന്ത്രിമാരടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടും നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വൈകുകയാണ്. കുവൈറ്റിലേക്ക് കൊണ്ടുപോയ ഏജൻസിക്കാരുടെ ചതിയിലകപ്പെട്ട് ജയിലിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഷാനറ്റിന്റെ മാതാവ് ജിനു. മകന്റെ മരണവാർത്തയറിഞ്ഞ ആ അമ്മ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്. അവസാനമായി ഒരു നോക്ക് മകന്റെ മൃതശരീരം ഒന്ന് കാണണം. കഴിഞ്ഞ ചൊവ്വാഴ്ച ചെല്ലാർകോവിലുണ്ടായ ബൈക്ക് അപകടത്തിലാണ് ഷാനറ്റും സുഹൃത്ത് അലനും മരിച്ചത്. മാതാവ് ജിനു നാട്ടിലെത്താത്തതിനാൽ ഷാനറ്റിന്റെ മൃതദേഹം സംസ്കരിച്ചിട്ടില്ല. 2.5 മാസം മുമ്പാണ് പത്തനംതിട്ടയിലുള്ള ഏജൻസി വഴി ജിനു കുവൈറ്റിൽ വീട്ടുജോലിക്ക് പോയത്. എന്നാൽ ജോലിഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം തുടരാൻ പറ്റാത്ത സ്ഥിതിയായി. വിവരം ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി ജിനുവിനെ തടങ്കലിലാക്കി. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തിയതോടെ കോടതി നടപടികൾക്ക് ശേഷം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഇവിടുന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ നോക്കണമെന്ന് പറഞ്ഞാൽ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീട് മൊത്തം നോക്കേണ്ട ഇതവസ്ഥയായി. ആ വീട് മൊത്തം നോക്കാൻ പറ്റത്തില്ലാതെ 1 മാസം അവിടെ ജോലി ചെയ്തു. ഇവര് ശമ്പളം കൊടുത്തത് ഇവിടുന്ന് 40,000 രൂപ പറഞ്ഞാണ് പോയത്. അവിടെ ചെന്നപ്പോൾ 27,000 രൂപയാണ് മൊത്തത്തിൽ കൊടുത്തത്. അങ്ങനെ അവിടുന്ന് അവിടെ ചാടിപ്പോയിട്ട് ഏജൻസി വന്നു. ഈ മലയാളി അസോസിയേഷൻ അതിനകത്ത് ബന്ധപ്പെട്ടു. പിന്നെ ഈ ഏജൻസി ഇന്ത്യൻ എംബസിയിലേക്ക് മാറ്റി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഡീൻ കുര്യാക്കോസ് എംപിയും ആന്റോ ആന്റണി എംപിയും കുവൈറ്റ് മലയാളി അസോസിയേഷനും ഇടപെട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ജിനുവിന് നാട്ടിലേക്ക് വരാൻ അവസരമൊരുക്കി. എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ കാരണം മോചനത്തിനുള്ള അന്തിമ ഉത്തരവിറങ്ങിയില്ല. ബുധനാഴ്ച വരെ ജിനുവിന് വേണ്ടി സംസ്കാര ചടങ്ങുകൾ നീട്ടിവെച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വിമാനം കയറിയ ആളാണ് ജിനു. ഏജൻസിക്കാർ വാഗ്ദാനം ചെയ്ത ശമ്പളമോ ജോലി ചെയ്യാനുള്ള സാഹചര്യമോ കിട്ടിയില്ല. ഏറ്റവും ഒടുവിൽ മകന്റെ ചേതനയറ്റ ശരീരം കാണാൻ നാട്ടിലേക്ക് വരാൻ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ആ അമ്മ. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. എന്തായാലും ആ കുടുംബത്തിന് വലിയ സങ്കടമാണ്, വലിയ ദുഃഖം തന്നെയാണ്. ഇപ്പോഴും മൃതദേഹം സംസ്കരിക്കാൻ കഴിയുന്നില്ല. മാതാവിന് ജിനുവിന് നാട്ടിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതിൽ എന്തൊക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ അതൊന്നും ഫലം കാണുന്നില്ല എന്നതാണ് വലിയ സങ്കടമാവുന്നത്. ഇനിയെങ്കിലും അതിലൊരു പരിഹാരം ഉണ്ടാകട്ടെ. അവിടുത്തുകാരൊക്കെ ശ്രമിക്കുന്നുണ്ട്, മലയാളി അസോസിയേഷനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങൾക്കൊരു ഫലം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.